അതൊക്കെ പോട്ടെ, 1 ആഴ്ച പള്ളി പോയിട്ട് ഞാൻ രാവിലെ കുർബാന ഉറങ്ങിപ്പോയി. ഇനി അച്ഛൻ എന്ത് വിചാരിക്കുന്നു ഓർത്തിരിക്കാൻ ഞാൻ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ ചിറ്റപ്പൻ്റെ മോൻ്റെ കല്യാണമായിരുന്നേ, എനിക്ക് പോകാനൊത്തിരുന്നേ. നേരം വെളുത്തപ്പോൾ തൊട്ട് വയറ്റിലൊരു സുഖമില്ലായ്മ. ഇപ്പോൾ അവരോട് പറയാനിപ്പോൾ എപ്പോഴും ബാത്റൂമിലായിരുന്നു. അവരെന്ത് വിചാരിക്കുക? എൻ്റെ പൊന്നു ചേട്ടാ, കഴിഞ്ഞ ആഴ്ച എൻ്റെ മാമൻ്റെ മോടെ കല്യാണമായിരുന്നു. വന്ന് വിളിച്ചത് വന്ന് ആ കറക്റ്റ് സമയത്ത് എനിക്ക് നെടുമ്പാശ്ശേരി ഒരു ഓട്ടോ പോകാൻ പറ്റുമോ? ഞാൻ ആകെ ഒന്ന് ശ്രമിച്ച് നോക്കി ഒന്ന് വരാൻ. അവിടെ നിന്ന് ഓടി എത്തണ്ട എൻ്റെ പൊന്നു ചേട്ടാ. ഇനിയിപ്പോൾ മാമൻ എന്നെ വിചാരിക്കൂ. എൻ്റെ പൊന്നമ്മാവന്മാരെ, നിങ്ങൾ എന്തോ ഈ പറയുന്നു? നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അതിന് അവരെന്തോ വിചാരിക്കും, ഇവരെന്തോ വിചാരിക്കും. അവരിങ്ങനെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിരുന്നിരുന്നിരുന്ന് നിങ്ങളുടെ സമയം പോകുന്നതല്ലാതെ അവർ നിങ്ങളെക്കുറിച്ചൊന്നും വിചാരിക്കത്തുമില്ല. നിങ്ങളെന്തോ വിചാരിക്കായിരുന്നോ അത് നിങ്ങൾ മറന്നും പോകും. അയ്യോ മിണ്ടല്ലേ ഒരു കോള്. ആ അയ്യോ, അത് നാളെയാണോ? നേരത്തെ പറയണ്ടേ അമ്മ റെഡി ആയിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. എന്തുവാടാ, എന്തുവാ പ്രശ്നം? എൻ്റെ പൊന്നമ്മാവ, ഞങ്ങളുടെ കിഴക്കേലെ ആ കൊച്ചിൻ്റെ കല്യാണം. ഞാൻ ചെന്നില്ലേ അവരെന്നെക്കുറിച്ച് എന്തോ വിചാരിക്കും. അപ്പം ഞാൻ പോയിട്ട് വരാം. ഇത്ര നേരം വിചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവനാ ഇപ്പം എന്ത് വിചാരിക്കുന്നു പറഞ്ഞ് ദാണ്ട പോയിരിക്കുന്നു. അങ്ങനെ കുറേ അവന്മാർ. അത് സത്യമാണ് കേട്ടോ.